അല്ല ചേക്കാ ഇനി എവിടെ നമ്മളവിടെ തരാ എവിടെ കാണുന്ന തരാ തേച്ച നമ്മളെല്ലായിടത്തും തെരഞ്ഞില്ലേ ഓൻ പോകാനുള്ള സ്ഥലത്തൊക്കെ നമ്മള് തെരഞ്ഞു. ഇപ്പൊ എവിടെ ചെയ്യില്ല നമ്മള് നോക്ക നമ്മളെ കജിലെത്തും. നോക്ക നമ്മള് തെരഞ്ഞു നോക്ക പോയോക്ക നമ്മള് നേരത്തൊന്ന് പോയിട്ട് നമ്മൾ പറഞ്ഞിട്ടേ വേറെ പറഞ്ഞിട്ട് നോക്ക. ആ സുബേറുണ്ടല്ലോ നാസറിന്റെ സിംഗിടി ആ ബാലാരിന്റെ കൂടുതലും കണ്ടങ്ങള് രേഖ സംഗതി പോകാൻ മുങ്ങിയ തന്നെയാണ്. ഞങ്ങൾ ഇനി തരാൻ ലോഡ്സും തരുന്നു എവിടെയും തരുവാണ് കാണാനില്ല. പിന്നെ പൊടി കൊടുത്തതേ നാട്ടുകാരൊക്കെ അറിഞ്ഞേക്കണു. ആ അരച്ചിന്റെ അറിഞ്ഞാണ് മുങ്ങിയതാണ്. ഞങ്ങൾ പലയിടത്ത് പോയി. അത് ചേക്കാ ഇന്നലെ വൈകുന്നേരം പോലെ അവൻ ആ ചായപ്പൊടികളുണ്ട്. ഇന്ന് രാവിലെ ചെന്നപ്പോ ആളവിടെ ഇല്ല. ഞങ്ങൾ അവനെ തരാൻ ബാക്കിയൊന്നും ഇല്ല. അവനെ കിട്ടിയ അവന് നന്നാക്കി കൈകാര്യം ചെയ്യാൻ വെച്ചിട്ടായിരുന്നു. സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഞങ്ങളപ്പം. സ്വാമിയെ ഓന്റെ കജിലിരിപ്പിനപ്പേ വേണ്ട എന്താ പറയുക ആളൊന്നാണ് മുടക്കുക. പിന്നെ ഇപ്പൊ എന്താ അറിയോ ഓലമായത് ഇപ്പൊ എല്ലാം നമുക്ക് ചേരുമല്ലോ. നാസറല്ലല്ലോ നമ്മള്. സൈനവാ ആ ഭാഗത്തൊക്കെ മഞ്ഞളുണ്ട്. അവിടെയൊക്കെ മഞ്ഞളുണ്ട്. ആ മെയ്തീനെ കുറച്ച് വിത്ത് കൊണ്ടുവരാൻ പോയിക്കോണു. ഇനി എവിടെ വെക്കണ്ടേ? ഈ ഭാഗത്തൊക്കെ വെക്കുക. അതിന്റെ ഇടയ്ക്ക് ചേമ്പൊക്കെ കിട്ടുകയാണെങ്കിലേ ചേമ്പും കൂടെ ഒക്കെ വെക്കായിരുന്നു. മെയ്തീൻ കൊണ്ടുവരട്ടെ. അതെ ഇതിനിപ്പോ എവിടെയൊക്കെ വെക്കണു? ഇതിനെ അവിടൊക്കെ ഉണ്ട് ഇല്ല സേന, അവിടൊക്കെ ഉണ്ട്. ഈ ഒരു കാര്യം ചെയ്തടാ, നമ്മൾ ഈ ഭാഗത്തല്ല ഇപ്പൊ കുറവ് കാണുന്നുണ്ട്, അത് അവിടെ വെച്ചടാ. ആയിക്കോട്ടെ. പിന്നെ അടുത്ത കൂടി കുറച്ച് ചേമ്പ് കൊടുന്ന് വെച്ചാണ്ടിട്ടാ. നാളെ മറ്റന്നാളെ താമയും കൂടി കൂടിക്കാണ്ടേ ഈ ഭാഗത്താണ് വെച്ചാണ്ട് അവിടെ മഞ്ഞൾ വെച്ചാലേ അതുപോലെ സേനവാ കൊള്ളിക്കാനും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് വെച്ചോണ്ടി. അത് സഫ ഇക്കാക്കുവിനുള്ള കഞ്ഞി തീമടാണ്. ഇക്കാക്കുവിന് ഗ്യാസും വെച്ചാ പറ്റൂല. ചായ തന്നെ ഗ്യാസിൽ വെച്ചാ കുടിക്കാനോ വലിയ താല്പര്യമൊന്നുമില്ല. ഇഷ്ടംപോലെ വിറകല്ലേ താമി കൊത്തിപ്പൊളിച്ചിട്ടിക്കണേ. ഞങ്ങൾ അവിടെ തീയെ പിടിപ്പിക്കലില്ല, പുറത്ത് ഒക്കെ ഗ്യാസ് അടുപ്പെങ്കിലും ഉണ്ടാക്കല്. ഉമ്മക്ക് ഭയങ്കര മടിയാ. ഇക്കാക്കുവിന് വിറകിൽ തന്നെ വെക്കണം. പിന്നെ ലത്തി എന്തൊക്കെ വിളിച്ചീനാ? എത്ര ലത്തിന്റെ ഭർത്താനം? ഇന്നലെ രാത്രി വിളിച്ചായിരുന്നു വീഡിയോ കോള്. നിങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ജോലിക്ക് കേറിയിട്ടില്ല, ഇന്നൊന്നും കേറൂലെന്നൊക്കെയാ പറഞ്ഞത്. അവരെ റൂമിൽ തന്നെയാണ് അപ്പം കുട്ടികളെ. പിന്നെ റൂമൊക്കെ കാണിച്ചു തന്നു, കൊഴപ്പൊന്നുമില്ല. അന്നേരം എന്തൊക്കെ വിളിച്ചിരുന്നുല്ലേ? ഇക്കാക്കുവിനെ രാവിലെ വിളിച്ചിരുന്നു. പിന്നെ തല തിരുമണ പൊടിയെ കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ഓനെ വെള്ളം മാറി കുളിച്ചാലേ അസുഖമൊക്കെ വേഗം വരും. അത് നിറവിലിടാൻ പറയുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം താത്ത. പിന്നെ ഉമ്മ വിളിച്ചായിരുന്നു. ഇപ്പൊ ലത്തിക്ക് പോയ സ്ഥിതിക്ക് എനിക്കൊരു 2 ദിവസം വീട്ടിൽ പോയി നിക്കണായിരുന്നു. നിങ്ങൾ ഇക്കാക്കാനോടൊന്ന് പറയുവോ? ഇക്കാക്കനോട് ഞാൻ പറഞ്ഞോളാം താത്താന്റെ കുട്ടിക്ക് പോകാന്, ഇപ്പൊ വരെ കൊണ്ടുപോകാന്. പിന്നെ ഓൻ പോയ വിഷമത്തിലല്ലേ ഇക്കാക്ക്. ഇപ്പൊ കഞ്ഞിയും വേണ്ട, ചോറും വേണ്ട, ഒന്നും വേണ്ട. താത്ത കഞ്ഞി ഒന്ന് നനത്തി കൊടുത്തോട്ടെ വേഗം. അപ്പാനെ വിളിച്ചു കഴിഞ്ഞപ്പോ വന്നോളും. അല്ല താത്ത, എന്തോ ഒരു കരച്ചിലാളെ ഇക്കാക്ക് കരഞ്ഞത്. ലത്തിക്ക പോയപ്പോ ലത്തിക്കാക്ക് ഭയങ്കര സങ്കടമുണ്ട്. നമുക്കൊക്കെ സങ്കടം ഉണ്ടാവും. പക്ഷെ എന്തോ ഒരു കരച്ചിലാളെ കരഞ്ഞത്, ചെറിയ കുട്ടികളെ പോലെ. അതിനെന്തിനാ സഫ അത്ര ചിരിച്ചാൻ? അല്ല താത്ത, ഞാനെന്താ പറഞ്ഞറിയോ, ഇവിടുന്ന് ഇപ്പൊ കോഴിക്കോട്ടേക്ക് പോണ അത്ര സമയം കൊണ്ട് അവിടുന്ന് പോരാനും ഇവിടുന്ന് പോവാനും പറ്റും. ഇത്രയും വലിയൊരാള് വന്നിട്ട് കരയണ കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാ വന്നേ. സഫജ ആരെ കളിയാക്കണത്? എത്ര അറിഞ്ഞിട്ടാ ഇങ്ങനെ? ഇക്കാക്കുന്റെ ഉമ്മ മരിക്കുമ്പോഴേ ലത്തിക്ക് 8 വയസ്സാണ്. ഞങ്ങൾ ഓനെ വളർത്തിയ അനിയനായിട്ടല്ല, മോനായിട്ടാണ്. നമ്മളെ സാനും സോനും ചെറിയ കുട്ടികളായത് എന്താണെന്നറിയോ? ഇക്കാക്ക് പറഞ്ഞതാണ് ഇമ്മാന്റെ കുറവൊന്നും ലത്തിക്ക് വരുത്തത് എന്ന്. ലത്തി കുറച്ച് വലുതായിട്ട് മതി കുട്ടികളും മക്കളൊക്കെ എന്ന് പറഞ്ഞ ആ മനുഷ്യനാണ് ഇന്നീ കളിയാക്കി ചിരിച്ചത്. താത്തപ്പ ചൂടാവാനും മാത്രം ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഞാൻ എന്നോട് ദേഷ്യപ്പെട്ടോന്നല്ല, കാര്യം പറഞ്ഞ മനസ്സിലാക്കി തന്നാ സഫ. എന്താ സേനപ്പോ വച്ചേക്കണോ? എന്താ പറയണ്ടേ? കുറച്ചേരം ആയല്ലോ. അത് ഞാൻ ഓക്ക് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേനേ. സൈനബാ നമ്മളെ തന്നെ ഓക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട്. ഓള് ചെറിയ കുട്ടിയല്ലേ, ഓൾക്കതിനുള്ള പ്രായമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ.
കുറച്ചേരായി ഇപ്പൊ ഞങ്ങൾ ഒച്ച കേൾക്കണു അതിന് ചോളെ ചീത്തറി ഒന്നും വേണ്ട നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി കേട്ടോ കുറച്ച് വെള്ളം എടുത്താ വീല് ഇന്നെ പിടിച്ചോണ്ട് എന്ത് കാര്യമുള്ളത്? ഞാനിത് നിരപരാധിയാണ്. ഞാൻ ഒന്നും അറിഞ്ഞിട്ടും കൂടി ഇല്ല. അനക്ക് പറയാനുള്ള ജാതികൾ പറഞ്ഞോണ്ടോ. നേരെ കാര്യങ്ങൾ അതൊക്കെ എന്താണ് അബ്ബനാണ് നമ്മളെ നെത്തിന്റെ അടുത്ത് പൊടിയെടുത്ത വെച്ച ആള്. ഞങ്ങൾ ആ പറമ്പിനുള്ളിട്ട് പിടിച്ച് കൊണ്ടുവന്ന പറയാം. ഇവനാണ് ആള്? ആര് പറഞ്ഞിട്ടോടെ ഞാൻ ചെയ്ത്? എന്താ പേര്? അജിനെ ഞാൻ നിരപരാധിയാണ്. ഞാൻ ആശ്രാക്കാന്റെ കയ്യിൽ നിന്ന് ഒരു 5000 ഒരു മാസം മുന്നേ കടം വാങ്ങിയിരുന്നു. എനിക്ക് പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റില്ല. സുബൈറും നാസറാജും നിരന്തരം വിളിച്ച് ശല്യം ചെയ്യാൻ തന്നെ. അപ്പൊ അങ്ങനെ വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്ത് പൈസക്ക് വേണ്ടി കൊണ്ടുവരാൻ ശല്യം ചെയ്യാം. അങ്ങനെ ഒരു പ്രാവശ്യം എന്നോട് വിളിച്ചുകാണ്ട് പറഞ്ഞു, ഇജി ഇത് ലത്തീഫിന്റെ കയ്യിലൊന്ന് കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ അത് ലത്തീഫിന്റെ കയ്യിൽ കൊണ്ടേ കൊടുത്തു. എനിക്ക് ഇത് അറിയില്ലേന് ഇതിന്റെ ഉള്ളിൽ എന്താണുള്ളത്. എനിക്ക് ഒരാളെ മോലിന്റെ കയ്യിൽ തന്നെ ഞാൻ പൊളിച്ചോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അത് അറിയാതെ കൊണ്ടേ കൊടുത്താനാണ് അജയൻ. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരി സ്വാമിയെ, ഇന്നൊരു കാര്യം ചെയ്തോട്ടോ, പോയിക്കോട്ടെ. നമ്മൾ കിട്ടേണ്ടതേ ആ നാസറിനെയും സുബൈറിനെയാണ്. നമുക്ക് നോക്കാം. അത് ചോദിക്കോ. വലൈക്കും അസ്സലാം. സാഹിബ് കയറിയിരിക്കും. ഞങ്ങളെ വിളിക്കാൻ നിൽക്കുമായിരുന്നു. ഇന്ന് രാവിലെ ഉമ്മ വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലത്തിക്ക പോയതൊക്കെ അല്ലേ. അപ്പൊ ഞാനത് ഇങ്ങനെ തന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇക്കാക്കാനോട് ചോദിക്കണം എന്നൊക്കെ. ഉമ്മ എന്നോട് പറഞ്ഞിരുന്നു ഞാനും കൂടെ പോന്നൊക്കെ ഉണ്ട്. ഞാൻ പോകുമ്പോഴേ എന്റെ കൂടെ അവിടെ പോരാ കേട്ടോ. എത്തി വിളിച്ചിരുന്നോ? ആ ലത്തിക്ക രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അവിടെ തന്നെയാണ് നിർത്തമൊക്കെ എന്നാ പറഞ്ഞത്. നമ്മളെ ലത്തിന്റെ അടുത്ത് ആ പൊടി കൊടുത്ത ഏതാ ചക്കൻ്റെ ആണല്ലോ. ആ ചക്കനെ പറ്റി വലിച്ച വിവരം എന്തെങ്കിലും കിട്ടിയോ? അത് സുബൈറാണ് കൊടുത്തു എന്നാ പറഞ്ഞത് അന്ന്. അത് മുജീബേ കാര്യമായിട്ടൊന്നുമില്ല. അത് താമി മെയ്തീനും കൂടെ അതൊന്ന് പരിശോധിച്ചപ്പോഴേ അത് കുകപ്പൊടിയാണോല്ലോ. നമ്മൾ വിചാരിച്ച പൊടിയൊന്നും അല്ല. അരമണിക്കൂർ മുമ്പേ അത് കൊടുത്തോനെ പിടിച്ചോടുന്നു ഇപ്പല് താമി മെയ്തീനും കൂടി. ഇതിപ്പോ എന്താ പറയുക, നമ്മളെ കുട്ടിനെ കൊടുക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. തെനക്കാനും സ്വയിപ്പാക്കാനും നീർക്കോലി അടിച്ചാലും 10,000 മുടങ്ങുന്ന പറഞ്ഞ മാതിരി ഉള്ളൊരു പരിപാടിയായിരുന്നു. ഇതിനിപ്പോ ഞമ്മക്ക് കിട്ടേണ്ട കാര്യം അറിയിച്ച് ആ സുബൈറിന് നാസറിയാണ്. അതൊന്നും ഓരോ തരാൻ പറഞ്ഞേക്കണു. സുബൈറിനെ ഇവിടെ കാണുന്നില്ല എന്ന് ഓല് പറഞ്ഞു. മുങ്ങിക്കണമല്ലോ. നാസറിനെ ഏതായാലും കാണാൻ വേണ്ടി ഞാനൊന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതറേ അത് കുകപ്പൊടി ആയാലും മഞ്ഞപ്പൊടി ആയാലും തൽക്കാലം ഇപ്പൊ എയർപോർട്ടിൽ ഇവിടെ ഒക്കെ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ. 4-5 ദിവസം സുയിപ്പാനാവും കിട്ടി. അതെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരിക്കേ നീർക്കോലി അടിച്ചാലും 10,000 മുടങ്ങും പറഞ്ഞ മാതിരിക്കേ. പക്ഷെ തൽക്കാലം ഇപ്പൊ പോയിക്കാണ്ട് നാസറിന്റെ അടുത്ത് പോയിക്കാണ്ട് ഇതിന്റെ കാര്യമൊന്നും പറയണ്ട. നാസറിനെ കാണേണ്ട രൂപത്തിൽ ഞാൻ കണ്ടോളാം. ഇപ്പൊ ഇങ്ങനെ ആയാൽ പറ്റൂല്ലോ. എന്നായിക്കോട്ടെ, ഒന്ന് കണ്ടളേതായാലും ഓനെ ആ മയത്തിലൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഓൻ 2 വർത്താനം പറഞ്ഞാണ്ടി. കൊറേ ആയി പോയി കളി തുടങ്ങിയിട്ട്. എത്ര വെച്ചിട്ടപ്പോ നമ്മൾ ഓനെങ്ങനെ ക്ഷമിച്ചിക്കുക. സൈനവാ ഇത് ചായ ഉണ്ടായിക്ക. അപ്പൊ എന്നാ കുട്ടി വെച്ച് പോയിക്കോട്ടിയേ മാറ്റിക്കാണ്ടേ ഇപ്പാന്റെ ഒപ്പം ഇറങ്ങിക്കോ. നമ്മളാ അതിന്റെ അവിടുന്ന് അതിലാണ് കയറണം. നാളെ ജെസിക്കോട് അല്ല ചേരെ സുബൈറിനെ ഇപ്പൊ രാവിലെ മുതൽ കാണില്ല. ഓനെടുക്ക പോയിട്ടുണ്ട്. ഞാൻ ഐദറിനൊരു പണി എടുക്കാൻ വേണ്ടിയാണ്ടേ ഓൻ 5 ഗൾഫ് പോകുമ്പോഴേ കൊടുത്തേക്കാൻ വേണ്ടി ഞാൻ സുബൈറിന്റെ അടുത്ത് കുറച്ച് പൊട്ടി. അത് സുബൈറിന്റെ ഐഡിയ ഇനി ചോന്റെ ഐഡിയ ഒക്കെ ചീറ്റലാണ്. പക്ഷെ അതിലിപ്പോ ഞാൻ തൽക്കാലം മാറിക്കാൻ ആകെ വിഷയിക്കണത്. ബാവ ആ നാസറാജി പഞ്ചായത്തിൽ വന്നിട്ട് ഭയങ്കര ഒച്ചയും വിളി. അയാൾ കാട്ടിയ പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടുമ്മക്ക് ഇറക്കിയിട്ടാണ് അയാൾ ഒരു ബിൽഡിംഗ് കയറ്റിക്കുന്നത്. അതിന് നമ്പർ ഇട്ട് കൊടുക്കണം. ഞമ്മക്കുണ്ടോ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുക? എന്താ അതിന് കാട്ടുക? അയാൾ കാട്ടിയൊരു പണിയാണിത്. അയാൾ പഞ്ചായത്തിൽ എന്താണ്ട് എന്നോട് അറിയാണ്ടേ ഹൈദരാജിക്കാണെങ്കിൽ വെച്ചാൽ നിയമവിരുദ്ധമായിട്ട് എന്തും ചെയ്തു കൊടുക്കുന്നു. ഹൈദരാജ് ഇജ്ജാലെ പണിക്കൊക്കെ നിൽക്കുമോ? അയാളെ കുറിച്ചൊക്കെ നമുക്ക് നല്ല അറിയണ കാര്യമല്ലേ. എന്താ അയാളോടൊക്കെ നമുക്ക് പറയാൻ പറ്റുക? അത് മെമ്പർ അതിന്റെ കഥ ഒന്ന് പറയാതിരിക്കാൻ നല്ലത്. എന്തൊക്കെയാണ് അതിനെ കുറിച്ച് ഇവിടെ നാട്ടില് ഒരു മനുഷ്യന്മാർക്കിടയിൽ ഒന്നും ഒരു ഉപകാരമായിട്ട് ചെയ്തു കൊടുക്കൂല. ചെയ്തു കൊടുക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ ചടാറിനോട് നടക്കും ചെയ്യാണ്. അപ്പൊ ആദ്യം 5ന്റെ കേസ് നിങ്ങൾ അറിഞ്ഞില്ലേ? ആ ചെങ്ങായി കാട്ടിയൊരു പണി പച്ച പാവം ചെക്കനാണത്. പിന്നെ അത് ആദ്യമായിട്ട് ഗൾഫിക്ക് പോകാൻ വേണ്ടി നിന്നപ്പോ അതിന്റെ അടുത്ത് ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒക്കെ പാക്ക് ചെയ്ത് കൊടുത്താണ്ട് ഇപ്പൊ സുബൈറാണെങ്കിലും മുങ്ങി നടക്കണം. ഓനെ പിടിച്ച് യാതൊരു അഡ്രസ്സും ഇല്ലാത്ത കോലായിക്കണ്.
സുബൈർ മുങ്ങിയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ ആ പൊടി ലത്തീഫിന്റെ അടുത്ത് കൊണ്ടേ കൊടുത്ത ഓനെന്ന് ഹൈദരാജിന്റെ ആളുകളൊക്കെ കൂടി കുടിച്ചു. കുടിച്ചിട്ട് ഹൈദരാജിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്ത് നോക്കുമ്പോ ഓൻ നിരപരാധിയാണ്. അത് മെമ്പറ അതിന്റെ ബാക്കിൽ നാസറാജും സുബൈറും തന്നെ എല്ലാവർക്കും അറിയാം. ഓ മുങ്ങിയും ചെയ്തില്ലപ്പോ. പിന്നെ നമുക്ക് പോയാലോ? നീ നോക്കല്ലോ കൊറേ ഇങ്ങനെ നിർത്തി നിൽക്കാൻ തുടങ്ങി. ആ നിക്കണ് നാസറാജും കലാമും ഇവരൊക്കെ കൂടിയിട്ട് തന്നെയാണ് എന്നെ അന്ന് തച്ചത്. അനക്കത് കിട്ടിയെന്ന് പോരെ. ഇജാടെ ഹൈദറിന്റെ കൊണ്ടോ ഇതിന്റെ 10 ലക്ഷം കളഞ്ഞിട്ട് കൈവിട് നിന്റെ 10 ലക്ഷം കളഞ്ഞു വെച്ചാടാ. ഇജാടെ ഞെട്ടിക്കൈകൾ കൊണ്ടുവന്നിക്ക ഇന്നലെ ഇരിക്കാൻ ധനം വെറുതെ വിടുകടാ. പിന്നെ കൊടുന്നൊന്നല്ല, ഞാൻ എന്നെ കാണാനായിട്ട് വന്ന നിന്റെ കൂടെ ഹൈദരാജ് ഉണ്ടായിരുന്നു. ഹൈദരാജിനെ പറഞ്ഞാൽ നിർത്തിയതാണ്. ഇതിന്റെ കുട്ടിനെ കൊടുക്കാൻ വേണ്ടിട്ട് പൊടി കൊടുത്തയച്ചു. ഞാനിവിടെ ഒരു കാര്യം പറയാം. ആദ്യമായിട്ടും അവസാനമായിട്ടും എന്റെ പാർട്ടിയുടെ ഇന്ന് നേർക്ക് ഹൈദറിന്റെ എന്റെ കുട്ടികളെ നേർക്ക് നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കളി ഇതാവൂല. അത് മനസ്സിലായിക്കോ. മുജിബേ എനിക്ക് എന്നോട് യാതൊരു പ്രശ്നമില്ലടാ. പക്ഷേ ഹൈദറിന് ഇവന് നാശം കാണാതെ നാശം നടക്കൂല. അസറേ, ഞങ്ങൾക്ക് ഇതിന് പ്രശ്നം എന്താ വെച്ചിട്ട് എനിക്കൊരു വിഷയം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞേറ്റോ, ഹൈദറിനെ ഇങ്ങോട്ട് വരുത്തരുത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഹൈദറിനെ റെക്കമെൻഡ് ചെയ്യാനുള്ള കാര്യത്തിന് ഞാൻ നിൽക്കൂല. വേറെ വെക്കീറേ നല്ല വിനോദേ, പണിക്കൊന്നും പോക്കില്ല. എത്ര ഈ മരത്തിങ്ങനെ പണിക്കോ മരത്തമ്മ കയറുന്ന പണിയല്ല അത് കേറാതെ പണിയെടുക്ക ഇല്ല. അല്ല നാസറാജ്, നിങ്ങളിപ്പോ നാട്ടില് വലിയ പൈസയും കാര്യം മറ്റുള്ള ആൾക്കാരുകളെ കണ്ട ആൾക്കാരൊന്നും ഇപ്പൊ നിങ്ങളാവുന്ന കണ്ടിട്ട് ആരും മൈൻഡ് ചെയ്തിട്ടില്ല. അതിനൊക്കെ ഹൈദരാജ് അയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ നല്ല ബഹുമാനം കൊടുക്കുന്നുണ്ട്. അതേപോലുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള നിലപാടും കാര്യങ്ങളൊന്നും ഇല്ല. അതിനാണ് സലീമ ഹൈദറിനെ അവന്റെ ബാപ്പുണ്ടാക്കിയ മോല ഇത് നാസർ നയിച്ചുണ്ടാക്കിയ മോല. ഓന് വലിയ നെണ്ണൊന്നുമില്ല. നാസറിനെ ലേശം നെണ്ണുണ്ടാവും നയിച്ച് കായ് ഇറക്കാനേ. കേട്ടോ, ഒരു ചാടിക്കവാ. എത്ര ചിക്കനെ തിരിഞ്ഞു കളിക്കണ്. അല്ലെ പണിക്ക് വിളിച്ചാലും വരൂല. അന്നേരം കുട്ടിക്ക് സുഖമില്ലാതെ 2000 മായി പോയതല്ലേ. എവിടെ പൈസ? അതെ, പണി ഉണ്ടായിട്ട് 5 ദിവസമായി. പണി ഉണ്ടാവട്ടെ, അപ്പൊ കായാണ്ട് കൊണ്ടുവന്നു തരും. എനിക്ക് കണ്ടില്ല ചെങ്ങ. അതിന്റെ 12,000 ഉറുപ്പിക വാങ്ങിക്കൊണ്ടേ മനസ്സിലുണ്ട്. കുട്ടിക്ക് സുഖമില്ലാറുണ്ട്. ഓന്റെ ബഹുമാനം കണ്ടില്ല. പിന്നെ മറ്റുള്ളവരെ പറഞ്ഞ കാര്യം അതിപ്പോ എന്താ വെച്ചാല് ഓരോരുത്തർക്കും കൊടുക്കുമ്പോ നമ്മൾ ആളെ തെരഞ്ഞ് നോക്കിയാണ് കൊടുക്കുന്നതല്ല. അല്ല ഇപ്പൊ ഇതുപോലെ പറയുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കും. അതിനാണ് ഒരാൾക്കൊന്നും കൊടുക്കാത്ത ഞാൻ എന്താ ചെയ്യാ. ആചാരേ, നമ്മളെ അംഗനവാടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഉണ്ട് അവിടെ. അതിലിപ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ അന്നേരം വിജയ് സാഹിബിനോട് പറഞ്ഞിരുന്നു. അവിടെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു കോയല ഏർപ്പാട് ചെയ്യാം. അതേക്കാൾ നന്നാവുക. അത് മുജീബേ, ഒരു കാര്യം ചെയ്യാം. നമ്മളെ കോയല വണ്ടിക്കാരെ കണ്ടുകാണ്ടേ ആ വെള്ളത്തിന്റെ ഒന്ന് ഏർപ്പാടായി കൊടുക്കട്ടെ അവർക്ക്. അത് ഞാൻ പറഞ്ഞോളാം. സലീമിനെ ഏൽപ്പിക്കാം അല്ലേ? ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. അജയ് നിങ്ങളെ കണ്ടുകാണ്ടാണല്ലോ വിനോദമായിട്ട് തടിയെടുത്തേ. വിനോദാണ് ഇപ്പൊ നിൽക്കിയ അകത്തേക്ക് പോയത്. ഏതായാലും ഞാൻ കാണാൻ നിൽക്കുന്നു. ജോനെ വിളിച്ചോടുന്ന. അല്ല വിനോദ, എന്നപ്പോ വൈക്കൊന്നും കാണലില്ലല്ലോ. എനിക്ക് പണിയൊന്നും ഇല്ലപ്പോ. പണിക്കൊന്നും പോലില്ലേ? പണി ഉണ്ടായിട്ട് കൊറേ ദിവസമായി ആചാരം. പിന്നെ മേന്നാമത് മേനി കഴിച്ചൊക്കെ ഭയങ്കര വേദന. എനിക്ക് പോകാൻ തോന്നുന്നില്ല. എന്നാറ്റൊരു എന്താ ഒരു പോലെ. എന്റെ കജ്ജും കാലും വേദന ഒന്നും പെട്ടെന്ന് മാറൂല. എന്റെ പെണ്ണുങ്ങൾ അവിടെയും പടി പണിക്ക് വയ്ക്കാണ്ടാണ് ഇപ്പൊ പെരിയിലെ ചെലവെടുക്കുന്നത്. കുറച്ച് ദിവസം മുമ്പോള് പെരീക്കുന്നീനു. ആ പെണ്ണിന്റെ കാതിലുള്ള ആകെ മിന്നോ ചുടുത്തോണ്ടേക്കാണ്ട് കള്ളുടിച്ചെന്നാണ് ഞാൻ കേട്ടത്. എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇതൊക്കെ ചെജ്ജാൻ പോകാറുണ്ട് വിനോദേ. ആ കുട്ടികളും മക്കളൊക്കെ വിജല്ലാതെ പിന്നെ ആദ്യം നോക്കാൻ പറ്റുമോ? എന്താ പേര് കണ്ടുപോയതിനെ പറ്റി? അതൊക്കെ വെറുതെ പറഞ്ഞിട്ടൊക്കെ ഞാൻ അങ്ങനെ തല്ലിട്ടൊന്നുമില്ല. അങ്ങനെ വെറുതെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു പോവാ അവിടുന്ന് ഇവിടുന്നൊക്കെ. ഞാൻ അങ്ങനെ തല്ലില്ല. ആരെങ്ങോട്ട് പറഞ്ഞു? ആര് പറഞ്ഞൊന്നും പറ്റി നോക്കണ്ട. അതൊക്കെ പോട്ടെ. എന്റെ കുട്ടികളെയും മക്കളെയും പെണ്ണുങ്ങളെ അജ്ജല്ലാതെ ആരുടെ നോക്കാനുള്ളത്? ഈ ഒരു കാര്യം ചെയ്താണ്ടിട്ടോ. എനിക്ക് പണി എന്തേലും ആണെന്ന് വെച്ചെങ്കിലേ ചേട്ടാ തറവാട്ടിൽ വന്നിട്ട് നമ്മളെ താമില്ലേ കാര്യസ്ഥം മൂപ്പരെ കണ്ടുകാണ്ടേ പറമ്പിലൂടെയൊക്കെ പണി ഉണ്ടാവും കേട്ടോ. അത് ചെയ്താണ്ടി. ഇനി അങ്ങനെ ഒന്നും ഉണ്ടായത് കേട്ടോ. നടന്നോ? പഠിക്കൊക്കെ പിക്കാണ്ട്